കുട്ടികളുടെ ഭക്ഷണം, അതായത് ഒരു 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പല അമ്മമാരും നമ്മളോട് പറയാറുണ്ട്, പ്രത്യേകിച്ച് നമ്മളെല്ലാം കാണാറുണ്ട്, ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലൂടെയാണ് അവർ ജീവിച്ചു വരുന്നത് അല്ലേ. നൂഡിൽസും അതുപോലെ തന്നെ ഈ പാക്കറ്റിലുള്ള ചെറിയ ചെറിയ ലേസ്, ചെറിയ ചെറിയ പാക്കറ്റ് ഫുഡുകളൊക്കെ കഴിക്കാതെ അവർക്ക് ദിവസം നീക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇന്ന്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഭക്ഷണത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം, ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന് പറയുന്നത്. നമുക്ക് ഭക്ഷണം എന്താണ്, വളരാൻ വേണ്ടി മാത്രമല്ല, അതോടൊപ്പം തന്നെ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂടാനും കുട്ടികളുടെ ബുദ്ധി വികാസത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതാവുന്ന നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും ഭക്ഷണം എത്ര കൊടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്ത് കൊടുക്കുന്നു എന്നുള്ളതും എത്ര അളവിൽ കൊടുക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ്, അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് കുട്ടികൾക്ക് വേണ്ടത്. അതായത് സമീകൃത ആഹാരം എന്ന് പറയാം. അപ്പോൾ ആ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ എന്തൊക്കെ വരും, എന്തൊക്കെയാണ് കുട്ടികൾക്ക് രാവിലെ കൊടുക്കേണ്ടത്, ഉച്ചയ്ക്ക് കൊടുക്കേണ്ടത്, രാത്രി കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളെ ഫുഡിനകത്ത് നമ്മൾ ഒരു ദിവസം ഉൾപ്പെടുത്തേണ്ടത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, അതായത് കുട്ടികൾക്ക് വളർച്ചയ്ക്കും ബുദ്ധിക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും നമ്മൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനകത്ത് എന്താണ്, നമുക്കറിയാം ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 5 ഘടകങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജം, രണ്ടാമതായിട്ട് പ്രോട്ടീൻ അഥവാ മാംസ്യം, മൂന്നാമതായിട്ട് ഫാറ്റ് അഥവാ കൊഴുപ്പ്, പിന്നെ നമ്മൾ പറയുന്ന നാലാമതായിട്ട് പറയുന്നത് വൈറ്റമിൻസ്, അഞ്ചാമതായിട്ട് മിനറൽസ്. ഈ രീതിയിലുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡായിരിക്കണം കുട്ടികൾക്ക് വേണ്ടി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ഒരു രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് നിലനിർത്തുകയും അസുഖങ്ങൾ വരാതിരിക്കുകയും അതോടൊപ്പം തന്നെ അവർ നന്നായിട്ട് വളരുകയും അതുപോലെ അവരുടെ ഒരു ബുദ്ധിയൊക്കെ നല്ല രീതിയിലാവാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഇന്നത്തെ കുട്ടികളുടെ ഫുഡിൽ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത് നമുക്ക് പ്രോട്ടീനാണ്. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് കുട്ടികൾക്ക് കൊടുക്കണം. പ്രോട്ടീൻ എന്താണ്, ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ ഉപയോഗിക്കുക. അതായത് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ എന്തൊക്കെയാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ എന്തൊക്കെയാണ്? പച്ചക്കറികളാണെങ്കിൽ നമുക്കറിയാം, ധാന്യങ്ങളിലെല്ലാം നമുക്ക് പ്രോട്ടീൻ ഉണ്ട്. അതായത് ചെറുപയർ, കടല, മുതിര, അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങളെല്ലാം നമുക്ക് പ്രോട്ടീൻ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് നോൺ വെജ് ഐറ്റംസിലായ മുട്ട, പാല്, ചിക്കൻ, അതേപോലെ ഫിഷ്, ഈ രീതിയിലുള്ള എല്ലാത്തിനകത്തും പ്രോട്ടീൻ നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ദിവസവും കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുട്ടികൾക്ക് കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് അന്നജം കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് നന്നായിട്ട് കഴിക്കാം. വലിയവർ അതേപോലെ ഷുഗർ ഉള്ളവരൊക്കെയാണ് ഈ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞത് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് അറിയാം, നമുക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്. നമുക്ക് സാധാരണ പറയുന്നത് നമ്മൾ ചോറ്, ഗോതമ്പ്, അതുപോലെ തന്നെ മരച്ചീനി, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ്, ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക്, അതുപോലെ നേന്ത്രപ്പഴം, ഈ രീതിയിലുള്ളതിലൊക്കെ നന്നായിട്ട് അന്നജം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ കുട്ടികളുടെ ഫുഡിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഈ കാർബോഹൈഡ്രേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് വേണ്ടത്? നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ കുട്ടികളുടെ നമ്മുടെ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ കുട്ടികളുടെ മസിൽസ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ കാർബോഹൈഡ്രേറ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അവർക്ക് എനർജിക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് നന്നായിട്ട് ചുറുചുറുക്കോട് കൂടി ഓടിക്കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഒരു കാരണവശാലും ഭക്ഷണത്തിൻ്റെ അളവ് ശ്രദ്ധിച്ച് കൊടുത്താൽ മതി. കാർബോഹൈഡ്രേറ്റ് ഒന്നും ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു, ബാലൻസ്ഡ് ഡയറ്റിനകത്ത് കാർബോഹൈഡ്രേറ്റ് നമ്മൾ പറഞ്ഞു, പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു, മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഫാറ്റ് ആണ്. അതായത് കൊഴുപ്പ്. കുട്ടികൾക്കും കൊഴുപ്പ് അത്യാവശ്യമാണ്. കൊഴുപ്പിന്റെ മെയിൻ ഒരു ധർമ്മം എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ ലങ്, ലിവർ, കിഡ്നിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് ആണ് ഈ ഫാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് വൈറ്റമിൻസ് ഫാറ്റിൽ സോലുബിൾ ആയിട്ടുണ്ട്. നമുക്ക് ശരീരത്തിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഫാറ്റ് വേണം. അങ്ങനെയുള്ള വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ ഫാറ്റ് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ എന്താണ് കൊഴുപ്പ് കൊടുക്കാൻ ഏറ്റവും നല്ലത്? അപ്പോൾ കൊഴുപ്പിൽ ഏറ്റവും നല്ല നമുക്കറിയാം, നെയ്യ് കുട്ടികൾക്ക് ദിവസവും കുറേശ്ശെ കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ നേന്ത്രപ്പഴം നമ്മൾ നെയ്യിലൊന്ന് വാട്ടി കൊടുക്കാം. അതുപോലെ തന്നെ
ദോശ ഉണ്ടാക്കുമ്പോൾ നെയ്യ് ഉപയോഗിക്കാം. അങ്ങനെ ചെറിയ ചെറിയ ഇതിലൊക്കെ നെയ്യ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കൊഴുപ്പിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൊക്കനട്ട് ഓയിൽ. അതായത് സാധാ വെളിച്ചെണ്ണയാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ അടുത്ത ഓയിലാണ് ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും അത് പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കരുത്. നമ്മൾ പാചകം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ സാലഡ് കൊടുത്ത് ശീലമാക്കണം. പച്ചക്കറികൾ എല്ലാം, അതായത് കക്കേരിക്ക, ക്യാരറ്റ്, തക്കാളി, ഉള്ളിയൊക്കെ നമ്മൾ സാലഡ് പോലെ ഉണ്ടാക്കിയിട്ട് അത് കുറത്തിരി ചെറുനാരങ്ങ നീര് ഒഴിക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പിടാം. അതിനകത്ത് ഒരു സ്പൂണ് ഒലീവ് ഓയിലും കൂടി ഉപയോഗിച്ച് ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. നമ്മൾ സ്കൂളിലൊക്കെ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ ചെറിയ നമ്മുടെ പാത്രത്തിലാക്കിയിട്ട് ഇതും കൂടി നമ്മൾ കൊടുത്തയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നത് വൈറ്റമിൻസ് ആണ്. അപ്പോൾ വൈറ്റമിൻസിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. ജീവകം എ ആണ് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത്. വൈറ്റമിൻ എ ഏതിലൊക്കെയാണുള്ളത് നമുക്കറിയാം. ഇലവർഗ്ഗങ്ങളിലെല്ലാം ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല, മത്തൻ്റെ ഇല, പയറിൻ്റെ ഇല, ഇങ്ങനെയുള്ളതിലൊക്കെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റിലും നന്നായിട്ട് വൈറ്റമിൻ എ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഉപ്പേരിയായിട്ടൊന്നും പല കുട്ടികളും കഴിക്കാറില്ല എന്ന് പല അമ്മമാരും പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ക്യാരറ്റിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ദിവസവും സ്ലൈസ് ചെയ്തിട്ട് പച്ചക്കായിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ടിഫിനകത്തൊക്കെ നമുക്കത് ആഡ് ചെയ്യാം. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ കുട്ടികൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കണ്ണിന് ഭയങ്കര ഇത് വേണം. ഇന്നത്തെ കുട്ടികൾക്ക് അതേപോലെ കണ്ണ് ലെൻസൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ എ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ ഉള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഓരോ ദിവസവും കുട്ടികളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അടുത്തതായിട്ടുള്ള വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് നമുക്കറിയാം. B1, B2, B3 എന്നൊക്കെ പറയുന്ന വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് കുറവുകൊണ്ടാണ് കുട്ടികൾക്കൊക്കെ പുണ്ണായിട്ട് നമുക്ക് ഒരുപാട് കുട്ടികൾ വരാറുണ്ട്. വായിൽ പുണ്ണാണ്, ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ അത് ബി കോംപ്ലക്സ് വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടാണ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് കുട്ടികൾക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. തവിടുള്ള അരി, തവിടിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ തവിടുള്ള അരി, മട്ട റൈസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മുട്ട, കോഴിമുട്ടയിലുണ്ട്. അതേപോലെ തന്നെ പപ്പായ, വെണ്ടക്ക, തക്കാളി, അപ്പോൾ ഇതുപോലുള്ള ബി കോംപ്ലക്സുകൾ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. വൈറ്റമിൻസിൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത് വൈറ്റമിൻ സി ആണ്. അസ്കോബിക് ആസിഡ് എന്ന് പറയും. വൈറ്റമിൻ സിയുടെ മെയിൻ ഫംഗ്ഷൻ എന്താണ് നമുക്കറിയാം. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അത് രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും സഹായിക്കുന്നതാണ്. അപ്പോൾ ആ രോഗപ്രതിരോധ ശേഷി നമ്മൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങളായ പുളിയുള്ള ഫുഡുകളാണ് നന്നായിട്ട് കൊടുക്കേണ്ടത്. അതായത് തൈര്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിലായ നാരങ്ങ, ലെമൺ, മുസമ്പി, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്, ഈ രീതിയിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്തതായിട്ട് കുട്ടികൾക്ക് വേണ്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ എന്താണ് വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ് അല്ലേ. സ്കൂൾ ബസ് വീടിന് മുന്നിൽ വരും, രാവിലെ വെയിൽ വരുന്നതിന് മുന്നേ അവർ പോവും, വെയിൽ കഴിഞ്ഞിട്ടാണ് അവർ വരിക. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻ ഡി വളരെ കുറവാണ് ഇന്നത്തെ കുട്ടികൾക്ക്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാലുവേദന, മുടികൊഴിച്ചിൽ, അതേപോലെ തന്നെ ബോൺ പെയിൻ എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് അസുഖങ്ങൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി വളരെ കുറവാണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമുക്ക് സൺലൈറ്റ് എന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. നമുക്കറിയാം വെയിൽ നമ്മൾ കൊള്ളേണ്ടത് രാവിലെ 10 മണി മുതൽ 3 മണിയുടെ ഉള്ളിലുള്ള വെയിലാണ് കുട്ടികൾ കൊള്ളേണ്ടത്. അപ്പം അത് നമ്മൾ വെയിലത്ത് പോയി നിൽക്കണം എന്നില്ല. അതിൻ്റെ ഒരു ഷാഡോ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരു അരമണിക്കൂറൊക്കെ അത് കിട്ടിയാൽ മതി. അപ്പോൾ വൈറ്റമിൻ ഡി ഏറ്റവും കൂടുതലുള്ളത് സൺലൈറ്റിൽ നിന്നാണ്. അതുപോലെ തന്നെ പാല്, മുട്ട, ഈ രീതിയിലൊക്കെ ഉള്ളിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. അതേപോലെ തന്നെ കാൽസ്യം അബ്സോർപ്ഷൻ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ ഡി നിർബന്ധമാണ്. അപ്പം മുടികൊഴിച്ചിലുള്ള കുട്ടികൾ, അതേപോലെ അകാല നരയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ കാലുവേദനയുള്ള കുട്ടികളൊക്കെ ഈ രീതിയിലുള്ള ഫുഡുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമുക്ക് 5ാമതായിട്ടുള്ള സമീകൃതായത്തിൽ വരുന്ന മിനറൽസ് നോക്കാം. മിനറൽസിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് അയേണും കാൽഷ്യവുമാണ്. അയേൺ നമുക്കറിയാം ഇന്നത്തെ പ്രത്യേകിച്ച് കുട്ടികൾ, പെൺകുട്ടികളൊക്കെ നമുക്കറിയാം ക്ഷീണം, തളർച്ച, കിതപ്പ്, മുടികൊഴിച്ചൽ, ഈ രീതിയിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് അനീമിയ എന്നുള്ള ഒരു കണ്ടീഷൻ, അതായത് അയണിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അനീമിയ എന്ന കണ്ടീഷൻ കാണുന്നത്.
ഇപ്പോൾ നമുക്ക് അയൺ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭക്ഷണത്തിൽ എന്താ കൊടുക്കേണ്ടത്? റാഗി ഏറ്റവും നല്ല ഫുഡാണ് അയൺ കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ നെല്ലിക്ക വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈത്തപ്പഴം, അതുപോലെ തന്നെ ഉറുമാമ്പഴം, ഈ രീതിയിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ അയണിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിയിൽ നടക്കണമെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി കൂടെ വേണം. അപ്പോൾ അയൺ കുറവുള്ളവർ വൈറ്റമിൻ സി കണ്ടന്റ് കൂടുതലുള്ള നാരങ്ങ, ഓറഞ്ച്, മുസമ്പി ഒക്കെ കഴിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ അയൺ കണ്ടന്റ് കൂടുതലുള്ള ഫുഡുകൾ, നമ്മൾ ശർക്കര നല്ലതാണ്, അട ഉണ്ടാക്കി കഴിക്കാം. അതേപോലെ വൻപയറിൽ ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു പായസം പോലെ ഉണ്ടാക്കി കഴിക്കാം. ഈ രീതിയിലുള്ള ഫുഡുകളൊക്കെ നമ്മൾ കുട്ടികളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്തായിട്ട് വേണ്ടത് കാൽഷ്യമാണ്. നമ്മുടെ കുട്ടികളുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായ കാൽഷ്യമാണ്. കാൽഷ്യം കൂടുതലുള്ള എന്തിലാണ്? നമുക്കറിയാം റാഗിയിൽ നന്നായിട്ട് കാൽഷ്യം ഉണ്ട്. പാല്, മുട്ട, തൈര്, ഇതിലൊക്കെ കാൽഷ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പല കുട്ടികളും നമുക്കറിയാം വാട്ടർ ബോട്ടിലൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്നത് അതേപോലെ കൊണ്ടുവരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ദിവസവും കുട്ടികൾ ഒരു 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് പാരൻസ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കുട്ടികളുടെ ബ്രെയിൻ ഫുഡ്, അതായത് കുട്ടികൾക്ക് തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, പഠിക്കുന്നതൊക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിയുടെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാക്സിമം ഒരു 10 മണിയുടെ ഉള്ളിൽ നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റിനകത്ത് നമ്മളൊരു പ്രോട്ടീൻ നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ ആകുമ്പോൾ നമുക്ക് ചെറുപയർ ഉൾപ്പെടുത്താം, വൻപയർ ഉപയോഗിക്കാം. അതായത് പുട്ടും കടലയും, പുട്ടും ചെറുപയറും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതൊന്നും കഴിക്കുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോഴിമുട്ടയെങ്കിലും രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ ദിവസവും ഒരു ഫ്രൂട്ട്, അതേപോലെ ഒരു വെജിറ്റബിൾ, അതേപോലെ പ്രോട്ടീൻ ഒക്കെ നിർബന്ധമായിട്ട് കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഉച്ചയ്ക്ക് കുട്ടികൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അതേപോലെ എന്തെങ്കിലും പ്രോട്ടീനുള്ള ചെറുപയറോ കടലയോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രോട്ടീനായ മീനോ അതുപോലെ തന്നെ ചിക്കനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും കറി വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ പല കുട്ടികൾക്കും അമിതവണ്ണം ഉള്ള ഒരു കുട്ടികളായിട്ട് വളരാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നിങ്ങളൊരു കാരണവശാലും കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കുറയ്ക്കരുത്. ചോറ് പരമാവധി കുറയ്ക്കുക. അതുപോലെ തന്നെ മധുരം നന്നായിട്ട് കുറയ്ക്കുക. പഞ്ചസാര ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കുറയ്ക്കുക. അതേപോലെ കുട്ടികൾക്ക് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർ കളിച്ച് വളരട്ടെ, അതുവരെ കളിച്ച് പഠിക്കട്ടെ. അവർ കളിക്കാൻ വേണ്ടി അനുവദിക്കുക. അവർ ക്രിക്കറ്റോ അവർക്ക് ഇഷ്ടമുള്ള കളികളും ദിവസം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ അവർ കളിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള മസിൽസൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. അവർക്ക് ബ്രെയിനിൻ്റെ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അങ്ങനെയാണ് കുട്ടികളുടെ വളർച്ച നന്നാവും, നല്ല ബുദ്ധിശക്തി അവർക്ക് ഉണ്ടാകും. അതോടൊപ്പം തന്നെ രോഗപ്രതിരോധ ശേഷിയും കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.